ഇതാണ് ഇൻസുലിൻ പ്ലാന്റ്. അപ്പം നമ്മൾ ഷുഗറിന് വേണ്ടി ഒരുപാട് പ്ലാന്റ്സ് നമ്മൾ ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ ഇൻസുലിൻ പ്ലാന്റും നല്ല എഫക്റ്റീവായിട്ടുള്ളൊരു പ്ലാന്റാണ്. കണ്ട ഇപ്പം ഇതെന്ന് പറഞ്ഞാൽ നല്ല ഇതിൻ്റെ തണ്ടുകൾ എന്ന് പറഞ്ഞാൽ ഒട്ടും ബലമില്ലാത്തതാണ് കേട്ടോ. പിന്നെ നമ്മൾ ഇതിൻ്റെ പുതിയ ചെടി നടണേന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ കമ്പ് മുറിച്ച് നട്ടിട്ടാണ് പുതിയ ചെടി ഉണ്ടാക്കുന്നത്. ഇതിലൊരു മഞ്ഞ കളറിലുള്ള ഫ്ലവറും ഉണ്ടാവും കേട്ടോ. കണ്ട ഇതിൻ്റെ ലീഫൊക്കെ ഇരിക്കണത് ഇതേപോലെ ഒരു യെല്ലോ ലൈൻസ് വരും ഈ ലീഫിൽ. പിന്നെ തണ്ടൊക്കെ ഇതേപോലെ റെഡ് കളറാണ്. നമുക്ക് എളുപ്പത്തിൽ നട്ടു വളർത്താൻ പറ്റിയതാണ്. ഇതിങ്ങനെ വളഞ്ഞിങ്ങനെ വളരണ ഒരു ചെടിയാണ്. അപ്പോൾ അതുകൊണ്ട് ഇതിനെ സ്റ്റെപ്പ് ലാഡർ പ്ലാന്റ് എന്നുള്ള പേരും കൂടിയുണ്ട്. നമുക്കൊരു അലങ്കാര ചെടിയായിട്ടൊക്കെ നട്ടു വളർത്താൻ പറ്റിയതാണ് ഇൻസുലിൻ പ്ലാന്റ്. ഒരുപാട് പേരാണ് ഇൻസുലിൻ പ്ലാന്റ് എൻ്റെ കയ്യിൽ നിന്ന് മേടിക്കണത്. അത് കൂടാണ്ട് തന്നെ ഈ റിസർച്ച് ചെയ്യണ സ്റ്റുഡൻസൊക്കെ ഇൻസുലിൻ പ്ലാന്റ് മേടിക്കാറുണ്ട്. അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ലീഫാണ് നമ്മൾ ഔഷധമായിട്ട് ഉപയോഗിക്കണത്. അതൊരു 30 ദിവസം നമ്മൾ ലീഫ് കഴിക്കണം. അതിന് വേറെ പ്രത്യേകിച്ച് ഇതിനൊരു പുളിരസമാണ് കേട്ടോ. അല്ലാണ്ട് വേറെ കയ്പോ അങ്ങനെയുള്ള ഒരു പുളിരസമാണ് ഈ പ്ലാന്റിന് ഉള്ളത്. പിന്നെ നമുക്ക് ചെടിച്ചട്ടിയിലോ അല്ലെങ്കിൽ താഴെ ഗ്രോ ബാഗിലോ താഴെ എവിടെ വേണമെങ്കിലും നട്ടു വളർത്താൻ പറ്റിയതാണ്. ഞാൻ പറയല്ലോ നല്ലൊരു അലങ്കാര ചെടിയായിട്ട് നട്ടു വളർത്താൻ പറ്റിയതാണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതേപോലത്തെ ഒരു ചെടി കാട്ടിലൊക്കെ നിൽക്കണുള്ളത് ഒരു റെഡ് കളറ് പൂവായിട്ട്. പക്ഷെ അത് ഇൻസുലിൻ പ്ലാന്റ് അല്ല. എല്ലാവരും അത് ആണ് ഇൻസുലിൻ പ്ലാന്റ് ആണെന്ന് പറഞ്ഞ് തെറ്റിദ്ധരിക്കാറുണ്ട്. രണ്ടും ഒരേപോലെ തന്നെ ആണ് ഇരിക്കുന്നത്. അതുപോലെ ഒരു റെഡ് കളറ് വന്നിട്ട് ഒരു വൈറ്റ് കളറ് ഫ്ലവറാണ് വന്നത്. ഇതിൽ യെല്ലോ കളറ് ഫ്ലവറാണ് ഉണ്ടാവണത്. അത് നമ്മൾ വളത്തിനൊക്കെ ആയിട്ട് ഉപയോഗിക്കണതാണ്. അതിൻ്റെ പേര് ചണ്ടക്കുവാന്നൊക്കെയാണ്. നമ്മൾ വളം ഉണ്ടാക്കാനായിട്ടൊക്കെ ഉപയോഗിക്കണ പ്ലാന്റാണ് അത്. അപ്പോൾ ഇൻസുലിൻ പ്ലാന്റ് എന്ന് പറഞ്ഞാൽ ഇതാണ് ഒറിജിനൽ ഇൻസുലിൻ പ്ലാന്റ് എന്ന് പറഞ്ഞാൽ ഇതേപോലെയാണ് ഇരിക്കുന്നത്. നമ്മൾ ഒരു ചെടി നട്ടുപിടിപ്പിച്ചാൽ മതി, ഇഷ്ടം പോലെ ചെടിയാവോട്ടാ. ഇതിൻ്റെ തടത്തിന്ന് കണ്ട തൈ വന്നത് കണ്ടില്ല, ഇതേപോലെയാണ് ഇതിൻ്റെ തൈ വേര് പൊട്ടി മുളക്കും. അല്ലായെങ്കിൽ നമുക്ക് കമ്പ് മുറിച്ച് നടാം. പ്രത്യേകിച്ച് യാതൊരു പരിചരണവും വേണ്ട. നിങ്ങൾ ഔഷധ ചെടികളൊക്കെ നടുമ്പോൾ പ്രത്യേകിച്ച് പരിചരണങ്ങളൊന്നും തന്നെ കൊടുക്കേണ്ട ആവശ്യമില്ല. കാരണം ഔഷധ ചെടികളൊക്കെ പൊതുവേ നമ്മുടെ പറമ്പിലെ വളങ്ങളൊക്കെ വലിച്ചെടുത്ത് വളരേണ്ടതാണ്. എന്നാൽ മാത്രമേ നമ്മൾ ഔഷധമായിട്ട് ഉപയോഗിക്കുമ്പോൾ അതിന് കൂടുതൽ ഗുണങ്ങൾ കിട്ടുള്ളൂ. അപ്പം നിങ്ങൾക്കറിയാമല്ലോ, കാട്ടിലും പറമ്പിലൊക്കെയാണ് ഔഷധ ചെടികളൊക്കെ വളരണത്. അപ്പോൾ നമ്മൾ അധികമായിട്ട് ഓവറായിട്ട് വളങ്ങളൊന്നും ഒരു ഔഷധ ചെടിക്കും കൊടുക്കേണ്ട ആവശ്യമില്ല. അത് മണ്ണിൽ നിന്നുള്ള വളങ്ങളൊക്കെ വലിച്ചെടുത്ത് വളർന്നോളും. അപ്പോൾ നിങ്ങൾക്ക് എളുപ്പത്തിൽ നട്ടു വളർത്താൻ. ഇപ്പോൾ വേനൽക്കാലത്ത് നമുക്ക് കുറച്ച് വല്ലപ്പോഴൊക്കെ ഒന്ന് നനച്ചു കൊടുത്താൽ മതി. യാതൊരു പരിചരണങ്ങളൊന്നും വേണ്ട. കീടങ്ങളുടെ ശല്യം ഒട്ടും തന്നെ ഇല്ലാത്തതാണ് ഇൻസുലിൻ പ്ലാന്റ്. തണലായാലും കുഴപ്പമില്ല, വെയിലത്തായാലും കുഴപ്പമില്ല, എങ്ങനെയായാലും വളരണ ഒരു ചെടിയാണ്. അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ മറ്റുള്ള ഔഷധ ചെടികൾ നട്ടുപിടിപ്പിക്കണ കൂട്ടത്തിൽ നമുക്കൊരു ഇൻസുലിൻ പ്ലാന്റും കൂടെ നട്ട് പിടിപ്പിക്കണം. കാരണം ഇന്ന് എല്ലാവർക്കും ഷുഗറിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉള്ളതാണ്. അപ്പോൾ ഒരുപാട് പേർക്ക് റിസൾട്ട് ഉള്ളതാണ് ഈ ഇൻസുലിൻ പ്ലാന്റ്. അപ്പോൾ നിങ്ങൾ ഒരു പ്ലാന്റ് വെച്ച് പിടിപ്പിക്കണം. ഈ വീഡിയോ പറ്റി എന്തെങ്കിലും അഭിപ്രായങ്ങളോ സംശയങ്ങളോ ഉണ്ടെങ്കിൽ വീഡിയോക്ക് താഴെ കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക.